അപകട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം വെമ്പായത്ത് KSRTC ബസ് കടയിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായി. ഒരാൾ മരിച്ചു എന്നാണ് ഇപ്പോൾ വരുന്നൊരു വിവരം. നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുമുണ്ട്. അമൽ തേനംപറമ്പിൽ വിവരങ്ങളുമായുണ്ട്. അമൽ, എപ്പോഴായിരുന്നു അപകടം? മരിച്ചതാരാണ്? എത്ര പേർക്ക് പരിക്കേറ്റു? അവരുടെ ആരോഗ്യം എങ്ങനെ? ഉൾപ്പെടെയുള്ള വിവരങ്ങൾ. രതീഷ, വെമ്പായം കൊമ്പത്താണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഒരു ബേക്കറിയിലേക്ക് അമിത വേഗത്തിലെത്തിയ KSRTC ബസ് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. വഴിയിൽ നടന്നുപോയ ആളാണ് മരണപ്പെട്ടത് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. മൃതദേഹം ഇപ്പോഴും അവിടെ നിന്നും മാറ്റിയിട്ടില്ല. ഈ അപകടത്തിൽ അപകടമുണ്ടായ ആ സമയം തന്നെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിക്കേറ്റ ആളുകളെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിസ്സാര പരിക്കേറ്റ ആളുകളെ വെമ്പായത്ത് സമീപത്തുള്ള ആശുപത്രികളിലേക്കും ഗുരുതര പരിക്കുള്ള ആളുകളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുമാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. പരിക്കേറ്റ എല്ലാവരെയും മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. അല്പസമയങ്ങൾക്കകം തന്നെ അപകടം നടന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. വാഹനത്തിൽ ഉണ്ടായിരുന്ന നിരവധി ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഒരു ചെറിയ ബേക്കറിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ബേക്കറിയിലേക്ക് ഇടിച്ചു കയറി അവിടെ സൈഡിൽ നിർത്തിയിട്ടിരുന്ന വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളടക്കം ഇടിച്ച് തെറിപ്പിച്ചാണ് ഈ KSRTC ബസ് ഈ കടയിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. പരിക്കേറ്റതിൽ ചില ആളുകളുടെ നില ഗുരുതരം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനാവുന്നത്. ജരീഷ്, തിരുവനന്തപുരത്തേക്ക് വരുന്ന ബസ്സായിരുന്നു? തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്ന വാഹനമായിരുന്നു. ആ സമയത്താണ് കൊപ്പത്ത് വെച്ച് വാഹനം നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറുന്ന അവസ്ഥയുണ്ടായത്. ഈ കടയിൽ ഉണ്ടായിരുന്ന പരിക്കേറ്റ ആളുകളെല്ലാം വേഗത്തിൽ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ വാഹനത്തിലുണ്ടായിരുന്ന എത്ര പേരുണ്ട്, അതോടൊപ്പം തന്നെ ഈ കടയിൽ ഉണ്ടായിരുന്ന ആർക്കൊക്കെ പരിക്കുണ്ട് തുടങ്ങിയ വിവരങ്ങളിലൊക്കെ ഇനിയും കുറച്ചുകൂടി വരുന്ന ബസ്സായിരുന്നു എന്ന് ചോദിച്ചത്. അവിടെ ഒരു ചെറിയ ഇറക്കമാണ്. കുറച്ച് വലിയ ദൂരത്തിൽ വളരെ നിരന്ന റോഡാണ്. ചെറിയ ഇറക്കമാണ്. ഒരു 500 മീറ്ററോളം വളരെ വേഗതയിൽ വാഹനങ്ങൾക്ക് വരാൻ കഴിയുന്ന ഭാഗമാണ്. MC റോഡിൽ വാഹനങ്ങൾക്ക് വലിയ വളവൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വേഗത എടുക്കാൻ കഴിയുന്നൊരു സ്ഥലമാണ്. അവിടെ സാധാരണ വലിയ വേഗതയിൽ തന്നെയാണ് വാഹനങ്ങൾ പോകാറുള്ളത്. കൊപ്പം എന്നൊരു ചെറിയ ജംഗ്ഷനാണ്. കുറച്ച് കടകൾ അവിടെയുണ്ട്. അവിടെ ഒരു ചായക്കടയും ബേക്കറിയും ഉൾപ്പെടെ കുറച്ച് കടകളുള്ള സ്ഥലമാണ്. അവിടെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. തിരുവനന്തപുരം ഭാഗത്തേക്ക് വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടതെന്ന പ്രാഥമിക വിവരമാണ് അമൽ പങ്കുവയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ചെറിയ ഇറക്കം കൂടിയുള്ള പ്രദേശമാണ്. നിരന്ന റോഡാണ്. വലിയ വേഗതയിൽ എപ്പോഴും ബസ് ഉൾപ്പെടെ വരുന്നതാണ്. തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് പോകുമ്പോൾ ചെറിയ കയറ്റമാണെങ്കിലും അവിടെ വാഹനങ്ങൾ വലിയ വേഗത എടുത്ത് പോകാൻ കഴിയുന്ന സ്ഥലമാണ്. ഇടയ്ക്കൊരു ചെറിയ വളവ് മാത്രമുള്ള സ്ഥലമാണ് കൊപ്പം. അവിടെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ. അമൽ, തുടരാം. രതീഷ, ഈ ഓഫീസ് സമയമൊക്കെ ആകുമ്പോൾ കുറച്ച് തിരക്കൊക്കെ അവിടെ ഉണ്ടാകാറുണ്ട്. എങ്കിലും ഈ സമയത്ത്, ഈ അപകടം നടന്ന സമയത്ത് കാര്യമായ തിരക്ക് റോഡിൽ ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ വേഗത്തിൽ വാഹനങ്ങൾക്ക് പോരാൻ കഴിയുന്ന ഒരു സ്ഥിതി അവിടെയുണ്ട്. മാത്രമല്ല, ഇപ്പോൾ MC റോഡിൽ എല്ലായിടങ്ങളിലും റോഡിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ വേഗത്തിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വാഹനം വേഗത്തിലായിരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് നിയന്ത്രണം വിട്ട് ഈ കടയിലേക്ക് ഇടിച്ചു കയറുന്ന അവസ്ഥയുണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത്. ഇതിന്റെ റോഡിൽ കിടക്കുന്നയാളെ ഇതുവരെയും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ രക്തം ഇങ്ങനെ റോഡിൽ ഒഴുകി കിടക്കുന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം ഈ കടയ്ക്കകത്തേക്ക് ഇടിച്ചു കയറിയ വാഹനം ഇപ്പോഴും അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. ഫയർഫോഴ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. നിലവിൽ എന്തായാലും പരിക്കേറ്റ എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ ചിലരുടെ നില ഗുരുതരം എന്നുള്ളതാണ് ലഭ്യമാകുന്നത്. ഈ മരിച്ച ആളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങൾ? മരിച്ച ആളെ മാറ്റാൻ കഴിഞ്ഞില്ല എന്നല്ലേ അമൽ പറയുന്നത്? അവിടെ നിന്നുള്ള വിവരം അങ്ങനെയല്ലേ? ഇപ്പോഴും റോഡിൽ തന്നെ മൃതദേഹം കിടക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അധികം വൈകാതെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരും. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം വെമ്പായത്താണ് ഈ അപകടം ഉണ്ടായത്. ഒരു വലിയ അപകടമാണ് എന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അമൽ നൽകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഒരാൾ മരിച്ചു. അദ്ദേഹം അവിടെ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരനല്ല, പുറത്തു നിന്നയാളാണ്. കടയിൽ ഉണ്ടായിരുന്ന ആളാണ്. കടയ്ക്ക് മുന്നിൽ നിന്നയാളാണ് എന്ന നിലയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അക്കാര്യങ്ങളിലൊക്കെ കുറേ കൂടി വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. ആർക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ. ബസ് കടയിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു. വലിയൊരു ഇടിയാണ്, വലിയ ആഘാതമുണ്ടാക്കിയ ഇടിയാണ് എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിപ്പോൾ കടയ്ക്ക് പുറത്തുണ്ടായിരുന്നവരോ കടയിലുണ്ടായിരുന്നവരോ ആണോ ഈ പരിക്കേറ്റവരിൽ ഉള്ളത്? അങ്ങനെയുള്ളവരും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അവർക്കും സ്വാഭാവികമായി സാരമായി പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാർക്കും വലിയ പരിക്കിനുള്ള സാധ്യതയുണ്ട്. ഇടിച്ചു കയറുക എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു അപകടമാണ് അവിടെ ഉണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ. അമൽ, ഈ പരിക്കേറ്റവരിൽ യാത്രക്കാരല്ലാത്തവരുമുണ്ടോ? അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ?
പുറത്തു നിന്ന ആളുകൾക്ക് പരിക്കുണ്ട്. അതോടൊപ്പം തന്നെ മരണപ്പെട്ട ആളും പുറത്തു നിന്ന ആളാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. ഈ കടയ്ക്കകത്തേക്ക് ഇടിച്ച ഒരു ചെറിയ കടയാണ്. ആ ദൃശ്യങ്ങളിൽ അത് മനസ്സിലാകുന്നുണ്ട്. കടയിൽ ഇരുന്ന ആളുകൾക്കോ കടയിലുണ്ടായിരുന്ന കടയ്ക്ക് പുറത്തു നിന്ന ആളുകൾക്കോ പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നൽകാൻ കഴിയുന്നില്ല. നമ്മളിപ്പോൾ വട്ടപ്പാറ എത്തിയിട്ടുണ്ട്. അല്പസമയങ്ങൾക്കകം തന്നെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിയും. ഗുരുതരമായി പരിക്കേറ്റ ആളുകളെല്ലാം നമ്മൾ ഈ കടന്നു വരുന്ന വഴിയിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് നമ്മളിപ്പോൾ കടന്ന് വട്ടപ്പാറ വഴി വരുമ്പോൾ നിരവധി ആംബുലൻസ് നമുക്ക് ഈ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് കടന്നു പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമുണ്ട്. പക്ഷേ അതിൽ ചില ആളുകളുടെ പരിക്ക് ഗുരുതരമാണ് എന്നൊരു വിവരം കൂടി ലഭ്യമാകുന്നു. പരിക്ക് ഗുരുതരമാണ് എന്ന വിവരം കൂടി വരുന്നുണ്ട്. ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് അപകടവുമായി ബന്ധപ്പെട്ട് വരുന്നത്. തിരുവനന്തപുരത്ത് MC റോഡിലാണ് ഈ അപകടം ഉള്ളത്. MC റോഡ് എന്ന് പറയുമ്പോൾ വലിയ തിരക്കേറിയ സംസ്ഥാനത്തെ പാതകളിൽ ഒന്നാണ് MC റോഡ്. രണ്ട് വരി ഒരു നിരയായി ഉള്ള റോഡാണ്. അതിൽ നടുക്കൊരു വെള്ളവര എന്ന നിലയിലാണ്. വലിയ തിരക്കേറിയ ഭാഗമാണ്. 2 വരിയായി 4 വാഹനങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ കഴിയുന്ന റോഡല്ല, പക്ഷേ 2 സൈഡിലൂടെയും വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന നേരത്തെയുള്ള വലിയ റോഡെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ വാഹന തിരക്കേറിയ കാലത്ത് അതൊരു ചെറിയ റോഡായി മാറിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയ പാതകളിൽ ഒന്നാണ് തിരുവനന്തപുരം വഴി പോകുന്ന റോഡ്. അത് വെമ്പായം വഴി വെഞ്ഞാറമൂട് കിളിമാനൂർ കണക്ട് ചെയ്ത് കൊട്ടാരക്കര അങ്ങനെ അങ്കമാലി വരെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട പാതയാണ്. സംസ്ഥാനത്തിൻ്റെ ഗതാഗതത്തിലെ ഒരു പ്രധാനപ്പെട്ട പാതയാണ്. അവിടെയാണ് ഇത്തരം അപകടം ഉണ്ടായിരിക്കുന്നത്. നേരത്തെയും വെമ്പായം ഭാഗത്ത് KSRTC ബസ് ഉൾപ്പെടെ അപകടത്തിൽപ്പെടുകയും ജീവൻ നഷ്ടമാകുന്ന സംഭവങ്ങൾ നേരത്തെ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. ആ സ്ട്രെച്ചിലാണ് ഇപ്പോൾ വീണ്ടും ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. KSRTC ബസ് കടയിലേക്ക് ഇടിച്ചു കയറി. എങ്ങനെയാണ് അപകടം ഉണ്ടായത് നടക്കുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. അക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാക്കാൻ കഴിയും. അവിടുത്തെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. മരിച്ചത് ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരനല്ല, പുറത്തു നിന്ന ആളാണ്. അദ്ദേഹമാണ് മരിച്ചത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മൃതദേഹം ഇപ്പോഴും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട്. MC റോഡിൽ ഗതാഗത കുരുക്കും ഇപ്പോൾ അനുഭവപ്പെടുകയാണ്.